മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 25 നമുക്ക് നോക്കാം. മെട്രിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു 3 - 4 1 - 1 ആൻഡ് ബി ടു മെട്രിക്സസ് സച്ച് ദാറ്റ് a raised to 100 is equal to 100b plus I, then the sum of all the elements of b raised to 100 is equal to. ഓക്കെ അല്ലേ? അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? a raised to 100 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ a raised to 100 കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താക്കുക, ഇതിന് ചെറുതായിട്ട് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അതായത് ഇത് അല്ലെ ഈ പറഞ്ഞ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അതിന് ഒബ്സർവ് ചെയ്യാണ്. 3 - 4 1 - 1. ഈ മെട്രിക്സ് നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആണോ നോക്കുകയാണ്? അല്ല. നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആവണമെങ്കിൽ എന്താണ്? ട്രേസ് എന്താവണം മക്കളെ? 0 ആണെങ്കിൽ അതിന് ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കണം. അതല്ല. പക്ഷേ ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്? എങ്ങനെയാണ് ഈ മെട്രിക്സിനെ ഞാൻ എന്താക്കണം? ഒന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? I പ്ലസ് അല്ലെ, I എന്ന് പറഞ്ഞാൽ 1 0 0 1 റെഡി അല്ലേ? പ്ലസ് എന്താണ്? 2 - 4 1 - 2 എന്ന് മാറ്റി എഴുതി. ഓക്കെ അല്ലേ? അഥവാ I പ്ലസ് മറ്റൊരു മെട്രിക്സ് കൊണ്ട് മാറ്റി എഴുതി. അപ്പോൾ ഇവിടെ മാറ്റുന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് 1 കുറച്ചു, അതേപോലെ ഇവിടുന്ന് 1 കുറച്ചു. കണ്ടോ? ഓക്കെ അല്ലേ? 3 1 കുറച്ചപ്പോൾ 2 അല്ലേ? -1 എന്ന് വെച്ചാൽ -2 റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആ 1 ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ എഫക്റ്റ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഏതെന്നെ കിട്ടും എന്നുള്ളത് നോക്കിയാട്ടെ. 1 + 2 ഇത് പറയുമ്പോൾ 3 അല്ലേ? 1 - 2 എന്ന് പറഞ്ഞാൽ -1 റെഡി അല്ലേ? ഇവിടെ നിന്ന് മാറ്റൂല റെഡി അല്ല. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതി. തൽക്കാലം ഇതിന് നമുക്ക് എന്താക്കാം? എ ഇസ് ഈക്വൽ ടു ഇതിന് I പ്ലസ് എം എന്ന് കൊടുക്കാം. എന്താണ് ഈ എമ്മിൻ്റെ പ്രത്യേകത? എം എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവനാണ് അല്ലേ? എം എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? 2 - 4 1 - 2 ആണ്. 2 - 4 1 - 2 ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ട്രേസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലെ? ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു അതും എന്താണ്? 0 ആണ്. ട്രേസും 0 ആണ്, അതേപോലെ എന്താണ് മക്കളെ? ഡിറ്റർമിനൻ്റും 0 ആണ്. റെഡി അല്ലേ? അതാണ് എമ്മിൻ്റെ പ്രത്യേകത. അപ്പോൾ അതായത് അതെന്താണ്? അതൊരു നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആണെങ്കിൽ m² ഈസ് ഈക്വൽ ടു എന്താണ്? O ആണ് അല്ലേ? അഥവാ നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെങ്കിൽ m² ഈസ് ഈക്വൽ ടു എന്താണ്? O ആണ് അല്ലേ? നിങ്ങൾ m² കണ്ടുപിടിച്ച് നോക്കാം, O കിട്ടും. അപ്പോൾ m² ഈസ് ഈക്വൽ ടു O കിട്ടുന്നതിന് ഗുണം എന്താണ്? നമുക്ക് നോക്കാം. ഇവിടെ a ഈസ് ഈക്വൽ ടു എന്താണ്? I പ്ലസ് എം എന്നാണുള്ളത് അല്ലേ? അപ്പോൾ a റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, I പ്ലസ് എം ദ ഹോൾ റൈസ് ടു 100 ആണ് അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ 100c0 അല്ലേ? I റൈസ് ടു 100 ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ I റൈസ് ടു വാട്ട് എവർ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. I റൈസ് ടു 100 I തന്നെയാണ്. ഓക്കെ അല്ലേ? പ്ലസ് 100c1 I റൈസ് ടു സംതിങ് ഓക്കെ അല്ലേ? അത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു എന്താണ്? എം. അടുത്ത എന്താണ്? 100c2 ഇൻറ്റു m² അല്ലേ? പ്ലസ് 100c3 m³ പ്ലസ് എക്സെട്ര റെഡി അല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ m² എന്ന് പറഞ്ഞ സാധനം എന്താണ്? 0 ആണ് അല്ലേ? ഇവനും ഇപ്പോൾ m² 0 ഇതൊക്കെ എന്തായിട്ട് പോയാണ് മക്കളെ? 0 ആയിട്ട് പോയി അല്ലേ? m² 0 ആകുന്ന സമയത്ത് m³ 0 ആയിട്ട് പോയി, എല്ലാം 0 ആയിട്ട് പോയി റെഡി അല്ലേ? ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? 100c0 I അല്ലേ എന്ന് പറഞ്ഞാൽ അത് I ആണ്. ഇനി അടുത്ത് 100c1 എന്ന് പറയുമ്പോൾ അതാണ് മക്കളെ എന്താണ്? 100 ആണ് അല്ലേ? അപ്പോൾ 100m എന്നായിട്ട് ഉണ്ടാവുക അല്ല? അപ്പോൾ a റൈസ് ടു 100 അല്ല ഈസ് ഈക്വൽ ടു I പ്ലസ് എന്താണ്? 100m. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആണ്. അത് നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അതിൻ്റെ ട്രേസ് 0 ആണ്, ഡിറ്റർമിനൻ്റ് 0 ആണ്. അപ്പോൾ നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ m² O ആയിരിക്കും. m² O ആണെങ്കിൽ m³ ആയിക്കോട്ടെ, m⁻⁴ ആയിക്കോട്ടെ, m⁻⁵ ആയിക്കോട്ടെ, എല്ലാം എന്തായിരിക്കും? O ആയിരിക്കും. മനസ്സിലായല്ലേ? അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും? എ റൈസ് ടു 100 അല്ലേ? 100 I പ്ലസ് 100b കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അതൊക്കെ എ റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, 100b പ്ലസ് I ആണ്. റെഡി അല്ലേ? അപ്പോൾ എ റൈസ് ടു 100ൻ്റെ സ്ഥാനത്ത് 100b പ്ലസ് I ഞാൻ എന്താക്കാണ്? കൊടുക്കുകയാണ്. സോ I പ്ലസ് എന്താണ്? 100m എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ I ഗെറ്റിംഗ് ക്യാൻസൽഡ്. അപ്പോൾ 100b ഈസ് ഈക്വൽ ടു എന്താണ്? 100m എന്ന് വരും. അപ്പോൾ 100 ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ b ഈസ് ഈക്വൽ ടു m അല്ലേ? അപ്പോൾ b എന്ന് പറഞ്ഞാൽ m എന്ന് പറയുന്ന മെട്രിക്സ് റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ b റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? b റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m റൈസ് ടു 100 ആണ്. റെഡി അല്ലേ? അപ്പോൾ m റൈസ് ടു 100 കണ്ടുപിടിച്ചാൽ മതി. b റൈസ് ടു 100 കണ്ടുപിടിക്കാം അല്ലേ? നമുക്കറിയാം ഇവിടെ m² തന്നെ എന്താണ് മക്കളെ? O ആണ്. അപ്പോൾ m³ O ആണ്, m⁻⁴ O ആണ് അല്ലെ? എക്സെട്ര m റൈസ് ടു 100 എല്ലാം എന്താണ് മക്കളെ? O ആണ്. അപ്പോൾ ഇവിടെ m റൈസ് ടു 100 എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ്? O ആണ് അല്ലേ? സോ m റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m റൈസ് ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 0 0 0 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിന് സം ഓഫ് ദിസ് ഡയഗണൽ എലമെന്റ് ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും മക്കളെ? 0 ആണെന്ന് നമുക്ക് പറയാം. റെഡി അല്ലേ? സോ 0 ഇസ് ദ റൈറ്റ് ആൻസർ.